അത് ഈ കമ്മിറ്റി അതിനുശേഷം അതുവരെ അവിഹിത കഥ മാത്രമേ കൂടി വന്നപ്പോൾ മതതീവ്രവാദി. അതിന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കംപ്ലൈന്റ്. ഒരു വനിതാ സെല്ലിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതിന് ടെക്നിക്കൽ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പീഡനമൊന്നുമില്ല. ഞാൻ ഡിസംബറിൽ, അതായത് ഈ പരാതി പോകുന്നത് ജനുവരിയിൽ ആണ്. ജനുവരി ഞാൻ ഈ മതസ്ഥാപനം ഈ മതസ്ഥാപനം എന്നല്ല, ഒരു മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിൻ്റെ ഒരു മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു അയച്ച മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത്, ദുബായി പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്ര ഒരു മാസം കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. അവർക്ക് മുറിവുകളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭർത്താവും അവരും തമ്മിൽ ഡൊമസ്റ്റിക് വയലൻസ് ഈ മെസ്സേജ് കണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട്. കാരണം ഡിസംബറിൽ ഞാൻ ഇവർക്ക് അയച്ച മെസ്സേജ് ഭർത്താവിനല്ല, ഈ വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിന് അയച്ച മെസ്സേജാണത്. ഞാൻ അവരോടത്ത് സംസാരിക്കാറുമില്ല. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മതസ്ഥാപനവും കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ 3-4 ദിവസമാണ് എനിക്കെതിരെ ഇങ്ങനെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ട് എന്നെ വിളിച്ചത്. ഞാൻ അമ്മയിൽ പറഞ്ഞു. അപ്പോൾ അമ്മയിൽ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇമേജ് ടാണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടല്ലേ ഞാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കണം. 2 ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ? യു നോ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് യു നോ വൺ തിങ്, ഞാൻ 75 lakhs പറഞ്ഞതുകൊണ്ടാണ് 75 lakhs ആയത്. ഞാൻ 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി തന്നേനെ. ഇതാണോ സ്പോൺസർ? അല്ല, പ്രസിഡന്റ് പറഞ്ഞതാണ് എന്നോട്. പ്രസിഡന്റിനോട് ഞാൻ പരാതി പറയാൻ വിളിച്ചപ്പോൾ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞു. ഈ 75 lakhs എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ പൈസ. ആ പൈസ 2 lakhs ആണെങ്കിൽ 2 lakhs കിട്ടിയെന്നല്ല, 2 കോടിയാണെങ്കിൽ 2 കോടി കിട്ടിയെന്ന്. ഒരു സ്ത്രീ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ എനിക്കെതിരെ എന്നെ ടാണിഷ് ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട പരാതിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ മറുപടിയാണ്, ദിസ് ഈസ് പേഴ്സണൽ അൻസിബ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. പിന്നെ യു നോ വൺ തിങ്, 75 lakhs ആണ്. ഞാൻ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയതാണ്. 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി കിട്ടിയെന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ശരി, താങ്ക് യു. അപ്പം ഞാൻ ആലോചിച്ചു, ഒരാൾ പരാതി പറയുമ്പോൾ ഞാൻ മുന്നേ എന്തിനെയാണോ എതിർത്തത് ആ കാര്യമാണ് അടുത്തതായിട്ട് എന്നോട് പറയണത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ വീണ്ടും പോയി പരാതി പറയൂ? ഓക്കെ. അതിനുശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു 3 മണിക്കൂറോളം ഹറാസ് ചെയ്തു. ഈ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ രേഷ്മ, അവിടെ എസ് ഐയുടെ മുറിയിൽ ഞാൻ കയറി. ഞാൻ ചെന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരാതിക്കാരി എത്തിയത്. പരാതിക്കാരിയുടെ ഒരു കുഞ്ഞുമായിട്ടാണ് വന്നത്. ഈ കുഞ്ഞ് എസ് ഐ ഇരിക്കുന്ന ടേബിളിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡെസ്ക് പോലെ ഒരു സാധനമുണ്ട്, അതിൻ്റെ അവിടെയൊക്കെ കയറി ഇരുന്ന് കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഒരു കുഞ്ഞ് വന്നിട്ട് അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ കംഫർട്ടാണ്. ഒറ്റയടിക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംഫർട്ടബിൾ ആവുമെന്ന് എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് എസ് ഐ എന്നോട് പറയണത്, അൻസിബ ചെയ്തത് വലിയ തെറ്റാണ്. അൻസിബ ഈ മെസ്സേജ് അയച്ചത് കാരണം ഈ സ്ത്രീക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി ഈ സ്ത്രീക്കാണ് അയച്ചത്. ഈ സ്ത്രീയുടെ പേഴ്സണൽ മൊബൈലിലേക്ക് അയച്ച മെസ്സേജാ. അതും ഞാൻ അയച്ച മെസ്സേജിന് റോങ് ആയിട്ടുള്ളൊരു അർത്ഥം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരു വാക്ക് മോശം വാക്ക് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എസ് ഐ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവരുടെ ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ടോ? അത് ആ സ്ത്രീക്ക് പരാതി ഇല്ലെങ്കിൽ പോലും ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കേസ് എടുക്കണമെന്നാണ്. FIR ഇടണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ലല്ലോ അവിടുത്തെ പ്രശ്നം. അൻസിബ ചെയ്തതാണ് തെറ്റ്. അയാൾക്കെതിരെ FIR ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം എന്നെ 3 മണിക്കൂർ അവിടെ ഇരുത്തി ഹരാസ് ചെയ്തു. നീന കുറുപ്പ് ചേച്ചിയെ പണ്ട് ഒരു മെമ്പർ അശ്ലീല വാക്കുകളും തെറി വിളിക്കുന്നതും പ്രാക്കിടുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഓഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ സാധനം ഈ ഇതുപോലത്തെ വാക്കുകളാണ് ഈ എക്സിക്യൂട്ടീവ് മെമ്പർ എസ് ഐയുടെ മുന്നിൽ നിന്നിട്ട് എന്നെ പറയണത്. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രൈവറ്റ് ചാറ്റിന്റെ പേരിൽ കേസെടുത്തു? ഇല്ല, കേസെടുക്കാൻ തെളിവ് വേണ്ടേ? എന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം മാപ്പ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അയച്ച മെസ്സേജ് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു മാപ്പ് എഴുതാൻ പറ്റൂല, ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ. പക്ഷെ 3 മണിക്കൂറോളം ഹറാസ് ചെയ്തപ്പോൾ എനിക്ക് വയ്യാണ്ടായി സത്യം പറഞ്ഞു. അപ്പോൾ അവസാനം പറഞ്ഞു ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതാൻ. അപ്പോൾ അവസാനം അതിൽ എഴുതി ചേർത്തത് ഞാൻ അങ്ങനെ ഇൻറ്റൻഷനിൽ അയച്ച മെസ്സേജ് അല്ല, ഇനി മറ്റുള്ളവർക്ക് അതിന് മറ്റൊരർത്ഥം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് എഴുതി ഒപ്പിടിപ്പിച്ചു. എന്നിട്ട് അത് ഈ പരാതിക്കാരിക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പേടിയായി, ഞാൻ എഴുതി ഒപ്പിട്ടതിൻ്റെ ഇടയിൽ ഇനിയും ഗ്യാപ്പ് ഉണ്ട്, ഇനി എന്തെങ്കിലും എഴുതി ചേർക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും വേണോ അതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് അൻസിബയ്ക്ക് തരൂല, പരാതിക്കാരിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ഞാൻ വിഷമിച്ച് പുറത്തിറങ്ങി. ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി, ആ പുള്ളിക്കാരിയെ കൊണ്ട് മാത്രം ഫോട്ടോ എടുപ്പിച്ചു, എനിക്ക് തന്നില്ല, എനിക്ക് പേടിയുണ്ട് അവരെന്തേലും അതിൽ എഴുതി ചേർക്കുമോ എന്നുള്ളത്. ഞാൻ ഇറങ്ങാൻ നേരത്ത് ഈ എസ്ഐ ചോദിക്കുന്നുണ്ട് ഇനി താങ്കളുടെ കുടുംബം അൻസിബ തകർക്കില്ല എന്നും കൂടെ എഴുതി ചേർക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ ഈ ഭർത്താവിനെ വിളിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഈ ഭർത്താവിനെ വിളിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ആ സ്ത്രീയുടെ ഭർത്താവ് ഒരാവശ്യമില്ലാതെ ആ സ്ത്രീയുടെ കുറ്റങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറെ മുന്നേ. തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്റെ മൊബൈലിൽ ഇപ്പോഴും. ശരി, അപ്പൊ നമ്മൾ ഈ കാര്യത്തിലേക്ക് വന്നാൽ ഇതും അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ കിട്ടിയ പ്രതികരണം, പഴയ ആ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ്. അമ്മയുടെ ഭാഗത്ത് നിന്ന് നീതി കിട്ടിയില്ല. പിന്നെ അവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് മെമ്പർ പറഞ്ഞായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് മാഡം എനിക്ക് മാത്രമല്ല ഈ കുട്ടിക്കെതിരെ പരാതിയുള്ളത്, ശ്വേത മാഡത്തിന് പരാതിയുണ്ട്, ടിനി ടോമിന് പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളുടെ പേരും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും.